ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അസദ് വീണതോടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അഭയാർത്ഥികളാണ് തുർക്കിയിൽ നിന്നും സിറിയയിലേക്ക് ഇപ്പോൾ തിരിച്ചു വരുന്നത്. ഈ തണുപ്പാൻ കാലത്ത് കമ്പിളിയും പുതപ്പും ഒക്കെ ആയിട്ടാണ് അവരിങ്ങനെ തിരിച്ചു വരുന്നത്. അവരെല്ലാം വളരെയധികം ആഹ്ലാദത്തിലാണ്, ജന്മനാട്ടിലേക്ക് തിരിച്ചു വരികയാണല്ലോ. എന്നാൽ ഈ സംഘങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ നിലവിൽ സിറിയയിലുള്ള അസദിനെ പിന്തുണച്ചിരുന്ന മറ്റൊരു സംഘം ഇനി എപ്പോഴാണ് ഇറാനിലേക്കോ ഇറാഖിലേക്കോ ഒക്കെ സ്ഥലം വിടുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അവർ ഷിയ സംഘങ്ങളാണ്. ഈ തിരിച്ചു വരുന്നതെല്ലാം സുന്നി സംഘമാണ്. ഇനി പോകാനുള്ളത് ഷിയ സംഘം. കാരണം ഇവിടെ ഇപ്പോൾ ഈ സുന്നി സംഘമാണ് അധികാരം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ ആൾക്കാർക്ക് ധൈര്യമായിട്ട് ഇനി ആ നാട്ടിലൂടെ നടക്കാം. പക്ഷേ ഷിയാക്കളുടെ കാര്യം മുട്ടും, പ്രശ്നമാകും. അതുകൊണ്ട് തന്നെയാണ് വലിയ താമസമില്ലാതെ ഈ ഷിയാക്കളെല്ലാം ഇനി ഇവിടുന്ന് വിട്ടുപോകും എന്ന് പറയാൻ കാരണം. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടിയാണ് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ അൽ-ഖായിദ സംഘങ്ങൾ സിറിയ പിടിച്ചെടുക്കുമ്പോൾ കേരളത്തിലെ ഇസ്രായേൽ കുടകളായ ക്രിസംഗികൾക്ക് സന്തോഷിക്കാൻ ഒരു വകയുണ്ട്. അത് സിറിയയിലുള്ള ക്രിസ്ത്യാനികളെക്കുറിച്ച് ഓർത്താണ്. അവരെല്ലാം ആകെ ഭയപ്പാടിലാണ്. കാരണം ഈ അൽ-ഖായിദയുടെ തീവ്ര സംഘമാണ് ഇനി രാജ്യം ഭരിക്കാൻ പോകുന്നത്. അവർ പറയുന്നത് അതൊരു ഇസ്ലാമിക രാജ്യമാക്കും എന്നാണ്. എന്നാൽ ഈ ഇസ്ലാമിക രാജ്യമാക്കും എന്ന് കേൾക്കുമ്പോൾ തന്നെ പൊതുവെ എല്ലാവരും ഭയമുണ്ടല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണല്ലോ. ഇസ്ലാമിക രാജ്യമൊക്കെ എന്ന് പറയുമ്പോൾ എന്തോ ഭീകരമായ എന്തോ വരാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് ആൾക്കാർ അതിനെ സമീപിക്കുന്നത്. അത് ഈ പറഞ്ഞ സിറിയയിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ക്രിസ്ത്യാനികളെല്ലാം ആകപ്പാടെ ഭയന്നിരിക്കുകയാണ്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇപ്പോൾ ഈ ജൂലാനിയുടെ സംഘം മറ്റൊരു ആവശ്യം കൂടി അറിയിച്ചിട്ടുണ്ട്. അസദ് ഭരണകൂടത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ, അതായത് ഇതിനു മുമ്പ് മറ്റുള്ളവരെ ദ്രോഹിച്ചിരുന്ന അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ എല്ലാം ലിസ്റ്റ് കിട്ടണം. അവർക്കൊക്കെ കടുത്ത ശിക്ഷ നൽകാൻ പോകുന്നു എന്നാണ് ആ പ്രസ്താവന. ഈ അസദ് ഭരണകൂടത്തിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, ക്രിസ്ത്യാനികളുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഒരു 30 മന്ത്രിസഭാംഗങ്ങൾ രാജ്യം വിട്ടിട്ടുണ്ടെന്ന്. ഇവർക്കൊക്കെ നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവർ നേരത്തെ സ്ഥലം വിട്ടത്. ഇപ്പോൾ ബാക്കിയുള്ളവരുടെ ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇവർക്കൊക്കെ ഒന്നിലെ സ്ഥിരമായ ജയിൽവാസമോ അല്ലെങ്കിൽ മരണശിക്ഷയായിരിക്കും കിട്ടാൻ പോകുന്നത്. ആ ഒരു ഭയവും ക്രിസ്ത്യാനികൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ ക്രിസ്ത്യാനികൾ മാത്രമല്ല, മുസ്ലിം സ്ത്രീകൾക്കും ഭയം തന്നെയാണ്. എന്നാൽ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഈ അൽ-ഖായിദ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളാരും പേടിക്കണ്ട, സ്ത്രീകളോട് നിർബന്ധമായി ഇന്ന രീതിയിൽ വസ്ത്രം ധരിക്കണം, മുടി കെട്ടണം, പഠിക്കണ്ട, അതായതൊന്നും പറയില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന അപ്പടി അങ്ങ് വിശ്വസിക്കാതെ ഈ 2011 സിറിയയിൽ വിപ്ലവം ഉണ്ടായ കാലം മുതൽ ഈ വിമത സൈന്യത്തിൻ്റെ കയ്യിലിരുന്ന പ്രദേശങ്ങളിലൂടെ ഒന്ന് സഞ്ചരിച്ച് നോക്കുക. അപ്പോഴറിയാം ഇവർ ഈ പറഞ്ഞതിൻ്റെ ഒരു ഗുണങ്ങൾ. അവിടെ ഈ പറഞ്ഞ കടുത്ത നിയന്ത്രണങ്ങളെല്ലാം ഉണ്ട്. ഇവർ കടുത്ത ഇസ്ലാമിസ്റ്റുകളാണ്. അവിടെ സ്ത്രീകൾക്കൊന്നും യാതൊരുവിധ സ്വാതന്ത്ര്യമൊന്നുമില്ല. അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങളിപ്പോൾ ഇസ്രായേൽ ഭരണം ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പെണ്ണുങ്ങളൊന്നും പേടിക്കൊന്നും വേണ്ട, ഒരു കുഴപ്പമില്ല, നിങ്ങൾ പഴയ പോലെയൊക്കെ കാലും കൈയൊക്കെ കാണിച്ച് നടന്നോ, കുഴപ്പമൊന്നുമില്ല, വെറുതെ വിശ്വസിക്കണ്ട. അപ്പോൾ ക്രിസ്ത്യാനികൾ ആ ഒരു വൻ ഭയത്തിലാണ്. അവർക്ക് ഇനി മറ്റൊരിടത്തേക്ക് പോകാനില്ല. ചുറ്റും അറബ് രാഷ്ട്രങ്ങളാണല്ലോ, എങ്ങോട്ടായി പോകുന്നത്? സിറിയ വളരെ സേഫായ ഒരു രാജ്യമായിരുന്നു. അസദിൻ്റെ ഭരണകൂടം, സിറിയ എന്ന് ഉദ്ദേശിക്കുന്ന അസദിൻ്റെ ഭരണകൂടം. പുള്ളി ഇസ്ലാമിസ്റ്റ് ഒന്നും അല്ലാത്തതുകൊണ്ട് ഒരു യൂറോപ്യൻ പാശ്ചാത്യ രീതികളൊക്കെയാണ് പുള്ളി പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി അത് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നുള്ളൂ. നമ്മുടെ വടക്കേന്ത്യയിലെ കാണാൻ മേലെ സംഘരാഷ്ട്രമാകുമെന്ന് പറയുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ ആക്രമിക്കാൻ തുടങ്ങി. അപ്പം പിന്നെ അത് സംഘരാഷ്ട്രം ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഏതൊരു മതത്തിൻ്റെയും ആൾക്കാർ രാജ്യം പിടിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വലിയ പ്രശ്നം തന്നെയായിരിക്കും. അതിന് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും എല്ലായിടത്തും തന്നെ അവസ്ഥ. പുറത്തേക്ക് അവർ പല വാർത്തകളും വിടും. ക്രിസ്ത്യാനികളൊക്കെ വളരെയധികം ആഹ്ലാദിക്കുന്നുണ്ട്, സിറിയയിൽ കിടന്നുണ്ട്, അവർക്ക് ഈ അസദിൻ്റെ ഭരണകൂടം വീണത് വളരെ സന്തോഷമാണെന്നൊക്കെ വാർത്ത പ്രചരിപ്പിക്കുന്നൊക്കെ ഉണ്ട്. ചുമ്മാതാ, അതൊക്കെ പ്ലാൻഡ് പരിപാടികളാണ്. അത് മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുമ്പോൾ അതൊന്നുമല്ല, അവിടെ ആക്രമണമൊന്നുമില്ല കേട്ടോ. അത് അവിടുത്തെ ക്രിസ്ത്യാനികളെല്ലാം കഴിക്കുന്നത് രാവിലെ മുട്ടയും പാലുമാണ്, ഉച്ചയ്ക്ക് ബിരിയാണിയാണ്. ഈ പറയുന്ന പോലൊന്നും അല്ല എന്ന് കേരളത്തിൽ ഈ ക്രിസ്ത്യാനികളെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഒരു കാര്യമേ ഉള്ളൂ. ഈ അസദ് ഭരണത്തിൻ്റെ വീഴ്ചയെ തുടർന്ന് രാജ്യത്ത് അരക്ഷിതാവസ്ഥ നിലനിൽക്കുമ്പോൾ അപ്പുറത്ത് ഇസ്രായേൽ അതിലൂടെ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. അത് പെരക്കി പിടിക്കുമ്പോൾ വാഴ വെട്ടുക എന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ ഒരു പരിപാടി. കൂടാതെ സിറിയയിൽ നിന്നും പണമുണ്ടാക്കാനുള്ള ഒരു വഴി കൂടി എല്ലാവർക്കും തെളിഞ്ഞു വന്നിട്ടുണ്ട്. നാട്ടുകാരിപ്പോൾ വ്യാപകമായി അവിടുത്തെ ബാങ്കുകൾ കൊള്ളയടിക്കുകയാണ്. ചാക്ക് കണക്കിന് കാശുമായിട്ടാണ് നാട്ടുകാർ ബാങ്കിൽ നിന്നും രക്ഷപ്പെടുന്നത്. ബാങ്ക് കൊള്ളയടിച്ച് കിട്ടുന്ന കാശ് മുഴുവൻ
കീശയിലാക്കി എല്ലാവരും സ്ഥലമിടുകയാണ്. ഒരു രാജ്യം കുട്ടിച്ചോറാകുമ്പോൾ സംഭവിക്കുന്ന ചില അനന്തര ഫലങ്ങളാണിതൊക്കെ. ഇസ്രായേൽ ഈ സമയം കൊണ്ട് സിറിയയുടെ അണ്ടറിലുള്ള ഹെർമോൺ പർവ്വതവും പിന്നെ ഗോലാൻ കുന്നിൻ്റെ കുറച്ച് ബാക്കിയുണ്ടായിരുന്ന കുറച്ച് ഭാഗവും എല്ലാം കൂടെ അവന്മാർ പിടിച്ചെടുത്തു. അതുകൂടാതെ സിറിയയുള്ള സകല വിമാനത്താവളങ്ങളും ബോംബ് ചെയ്ത് തകർത്തി ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ. അതാണ് സിറിയയിൽ ആക്രമണം ഉണ്ടായെന്ന് നമ്മളൊക്കെ കേൾക്കുന്നത്. ഒരു വിമാനത്താവളങ്ങൾ ഇതുപോലെ സിറിയയുടെ മറ്റ് സൈന്യത്തിൻ്റെ ഭാഗങ്ങളെല്ലാം അവർ ബോംബ് ചെയ്യുകയാണ് ചെയ്തു. അതങ്ങനെ ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട്. ഈ ആയുധങ്ങളും സൈന്യവും ഈ വിമത സൈന്യത്തിൻ്റെ കയ്യിൽ വന്നെത്തരുത്. എന്നാൽ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രധാനപ്പെട്ട ആയുധങ്ങളും വിമാനങ്ങളുമെല്ലാം ഈ വിമത സൈന്യം അവിടെ നിന്ന് മാറ്റിയിരുന്നു എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ശരിയോ തെറ്റോ ആർക്കറിയാം. എന്തായാലും ഇസ്രായേൽ കളിക്കുന്നത് ഒരു കൈവിട്ട കളി തന്നെയാണ്. ഇത് ഈ വിമത സൈന്യത്തിന് അല്ലെങ്കിൽ അൽ ഖൈദ സംഘത്തിന് ഇസ്രായേലുമായി തെറ്റാൻ ഒരു കാരണം തന്നെയാവുകയാണ്. ഇസ്രായേൽ സിറിയയുടെ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് മുന്നോട്ട് കയറുകയാണ്. അവരോർത്ത് ഈ കല്യാണ വീട്ടിൽ ഈ ചോറ് കടത്തുന്ന പോലത്തെ ഒരു തരം പരിപാടിയാണ്. ഇവിടെ എത്ര വലിയ ബഹളം നടക്കുകയാണ്. അപ്പുറത്തൂടെ അവന്മാർ മൊത്തം മാന്തുക. അതോടൊപ്പം ലെബനോനിൽ നിന്ന് മറ്റൊരു വാർത്തയും കൂടിയുണ്ട്. ഇസ്രായേലിൻ്റെ 4 പട്ടാൾക്കാർ മരിക്കുകയും കൂടുതൽ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. അത് ഹിസ്ബുള്ളയുടെ ഒരു ആയുധ ശേഖരത്തിലേക്ക് ഇവർ പരിശോധനയ്ക്ക് ഇറങ്ങിയാണ്. ഹിസ്ബുള്ള ഇട്ടിട്ട് പോയ ഒരു പ്രദേശമാണെന്ന് കരുതിയാണ് ഇവരുടെ ഈ ആയുധ ശേഖരത്തിലേക്ക് ഈ ഇസ്രായേലി മണ്ടന്മാർ ഇറങ്ങിച്ചെന്നത്. എന്നാൽ അതൊരു കെണി തന്നെയായിരുന്നു. അകത്തോട്ട് കയറിയതേ പുറമേ ഉള്ളൂ, പിന്നെ ഒന്നും കാണാൻ പറ്റിയില്ല എന്നാണ് IDF തന്നെ പറയുന്നത്. തിരിച്ച് വന്ന് പുറത്ത് വന്ന് എണ്ണി നോക്കുമ്പോഴാണ് 4 പേര് എത്തുമായിട്ടുണ്ട്, കുറേ പേർക്ക് പരിക്കുണ്ട്. എല്ലാം എടുത്തുകൊണ്ട് ഇസ്രായേലിലേക്ക് പോയി. ഇതിൻ്റെ ഇടയിൽ കൂടെ അതും സംഭവിക്കുന്നുണ്ട്. അവരെന്നിട്ടും ലെബനോനെ വിടാൻ തയ്യാറല്ല. അപ്പോൾ അവർ കൂടുതൽ മുറുക്കുകയാണ്. ഇന്ന് ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയി ചാടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ നാശം അടുത്തു എന്ന് തന്നെയാണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. കാരണം ഇപ്പുറത്ത് വലിയൊരു തീവ്ര സംഘം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആക്രമണങ്ങളെല്ലാം നടത്തുന്നതിനിടയിൽ തന്നെ 1974 സിറിയയുമായിട്ടുള്ള വിഭജന കരാർ ഞങ്ങൾ റദ്ദ് ചെയ്യുന്നു എന്നൊരു പ്രസ്താവനയും ഇസ്രായേൽ പുറത്തിറക്കിയിട്ടുണ്ട്. ഇതവർക്ക് കൂടുതൽ സൗകര്യമാണ്. മറ്റുള്ളവർ വിമർശിക്കാനും പിടിക്കാനും നിൽക്കുന്നില്ല, കയറി നല്ലപോലെ അങ്ങോട്ട് അടിക്കാം. പക്ഷെ ഇപ്പുറത്തുള്ളവർ വെറും പൊട്ടന്മാരല്ലല്ലോ. കാരണം അവർ ഈ റഷ്യയും ഇറാനും എല്ലാം പിന്തുണച്ചിരുന്ന ഈ അസദിൻ്റെ സൈന്യത്തെ തോൽപ്പിച്ചുകൊണ്ട് മുന്നേറി വന്ന ഒരു സൈന്യത്തെ സംബന്ധിച്ച് ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവർക്കൊക്കെ തൊഴിൽ തന്നെ യുദ്ധം തന്നെയാണ്. ഇവർ ഇസ്ലാമിസ്റ്റുകളാണെന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇവരുടെ ഉള്ളിൽ ഇസ്ലാമിത്വമൊന്നുമില്ല. കാരണം ഇസ്ലാമിൽ ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ ചുമ്മാ കൂട്ടക്കൊല ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയൊന്നും കൊല്ലാനൊന്നും പറ്റുമൊന്നുമില്ല. ആൾക്കാരെ ചുമ്മാ കൊല്ലാനും തല്ലാനും ക്രൂരമായ രീതിയിൽ ശിക്ഷിക്കാനൊന്നും ഇസ്ലാമിൽ നിയമമൊന്നുമില്ല. അതായത് ഏതൊരു മതത്തിലും, പ്രത്യേകിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ച്, മതനിയമങ്ങൾ അനുസരിക്കുന്നവർ മാത്രമേ ഇസ്ലാം ആവുന്നുള്ളൂ. ഇപ്പോൾ ഇസ്ലാമിൽ കള്ളു കുടിക്കരുതെന്ന് പറയുന്നുണ്ട്, പന്നിയിറച്ചി തിന്നരുതെന്ന് പറയുന്നുണ്ട്, വ്യഭിചരിക്കരുതെന്ന് പറയുന്നുണ്ട്, കൊല്ലരുതെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നവൻ ഒരു പേരിട്ടെന്ന് പറഞ്ഞ് ഇസ്ലാം ആവണമെന്നുണ്ടോ? അവരൊക്കെ ഓൾറെഡി പുറത്തായി കഴിഞ്ഞു. വീണ്ടും അവർ ഷഹാദത്തുൽ വലിയ അകത്തേക്ക് കയറണം. അല്ലാഹു റസൂലും പറഞ്ഞിരിക്കുന്ന ആ നിയമങ്ങൾ അനുസരിച്ച് വേണം ഇസ്ലാമിലേക്ക് കടന്നു വരാൻ. അല്ലാതെ ഒരു പേരുണ്ട് അതുകൊണ്ട് അവർ മുസ്ലിമാണെന്ന് പറയുന്നതൊന്നും യാതൊരു കാര്യമില്ല. ചെയ്യുന്നത് മുഴുവൻ അക്രമം, വൃത്തികേടുകൾ. എന്നിട്ട് ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കുക. അതെങ്ങനെ ശരിയാകുന്നത്? അതൊരു ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലല്ലോ. അത് ഒരു മുസ്ലിം അംഗീകരിക്കില്ല. ഇസ്ലാം സമാധാനം തന്നെയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇസ്ലാം സമാധാനം തന്നെയാണ്. അതിനെ ദുരുപയോഗം ചെയ്യാണ്. പ്രവാചകന്റെ കാലത്ത് പോലും ഇല്ലാത്ത നിയമങ്ങളാണ് ഇന്ന് പല ഇസ്ലാമിക രാഷ്ട്രങ്ങളിലുള്ളത്. അതെല്ലാം അവിടുത്തെ ഭരണകൂടത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി ജനങ്ങളെ അടിച്ചൊതുക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പണ്ട് റോമാ സാമ്രാജ്യത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയും ഇതുപോലെ ഈ പൗരോഹിത്യം ഭരണത്തിൽ കാര്യമായി കൈകടത്തിയിരുന്നു. അതിൽ ഈ മിഡിൽ ഈസ്റ്റിലെ മാത്രം ഒരു കുഴപ്പമാണ്. മിഡിൽ ഈസ്റ്റിൽ ഇങ്ങനത്തെ ഒരു രീതി അവരില്ല. അവർ മതത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ജനങ്ങളെ അടിച്ചമർത്തി ഒതുക്കി അല്ലെ കൊന്ന് നാട് കടത്തി മുന്നോട്ട് പോകും. അങ്ങനെയാണ് അവർ എപ്പോഴും ഭരണം നിലനിർത്തുന്നത്. വേറെ ഏതെങ്കിലും രാജ്യത്ത് കണ്ടിട്ടുണ്ടോ ഇതുപോലെ വർഷങ്ങളോളം ഒരു കുടുംബം തന്നെ ഭരിക്കുക? അത് വേറെ ഒരു ലോകത്തൊരിടത്തും നടക്കുന്നില്ല ഇന്ന്. അത് മിഡിൽ ഈസ്റ്റിൽ മാത്രമേ പറ്റുള്ളൂ.
ഈ 54 കൊല്ലമാണ് അസദിൻ്റെ ഒരു കുടുംബം ഒരു രാജ്യം ഭരിച്ചത്. നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുമോ? ഇവിടെയൊക്കെ ഒരു ഗവൺമെൻറ് 2 തവണ വന്നു കഴിഞ്ഞാൽ പിന്നെ വേളം തുടങ്ങും. അങ്ങനത്തെ ഒരു രാജ്യം നമ്മുടെയൊക്കെ. ഇവന്മാർ 50-100 കൊല്ലം വരും. സൗദി അറേബ്യ കണ്ടില്ലേ? അബ്ദുൽ അസീസ് രാജാവ് പിടിച്ചിട്ട് വേണ്ടത് സൗദി അറേബ്യ പിടിച്ചിട്ട് ഏതാണ്ട് 100 കൊല്ലം കഴിഞ്ഞു. അതിങ്ങനെ പരമ്പരയായിട്ട് അവർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ചുമ്മാ കൊടുക്കുന്ന പോലെ ഔദാര്യം ചെയ്യുന്ന പോലെയാണ് ഇവർ പല കാര്യങ്ങളും ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ ഓരോ രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ്. കുടുംബമാണ് ഭരിക്കുന്നത്, ഒരു കുടുംബം. ആ രാജ്യത്തിൻ്റെ എണ്ണ സമ്പത്ത് കൈയടക്കിക്കൊണ്ട് അവർ ആ രാജ്യത്തെ ജനങ്ങളെ നിയന്ത്രിക്കുകയാണ്. അവർക്ക് ഇഷ്ടമില്ലാത്തവരെ എല്ലാവരും കൊല്ലും, അല്ലെ പിടിച്ച് ജയിലിടും. ഇപ്പോൾ സിറിയൻ സംഭവിക്കാൻ പോകുന്നത് ഇതുപോലുള്ളൊരു സംഭവമാണ്. അവർ ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അവർ ഭരണം ആരംഭിക്കും. അത് വലിയ പ്രശ്നത്തിലേക്കാണ് വരുന്നത്. ഈ ഭരണത്തിനിടയിൽ ഇസ്രായേലിൻ്റെ കുരുവ് പൊട്ടും. അവർ ഇത് ചൊറിയാൻ തുടങ്ങും, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവും. അങ്ങനെ ഒരിക്കലും ആ പ്രദേശത്തൊന്നും ഒരിക്കലും ശാന്തത ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിൽ കിടന്ന് ആൾക്കാരുടെ കുരു പൊട്ടി എന്ന് ബ്ലൂ പുറത്ത് ചാടും എന്നല്ലാതെ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.